ലേലുല്ലു ലേലുവല്ലു ലേലുവല്ലു. ലാലേട്ടന്റെ ഒരു മുഴുത്ത ലേലുവല്ലു വന്നിട്ടുണ്ട്. സംഘികളോടും ചാണകങ്ങളോടും ഒരു മുഴുത്ത മാപ്പ് 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 മാപ്പ്. അങ്ങനെ മോഹൻലാല് സംഘികളുടെ കാല് പിടിച്ചു മാപ്പ് പറഞ്ഞു. ഇതിനു മുമ്പും ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ നേതാക്കന്മാരെ വിമർശിച്ചും ഹാസ്യ കഥാപാത്രങ്ങളാക്കിക്കൊണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ വിമർശിച്ചും ഹാസ്യ കഥാപാത്രങ്ങളാക്കിക്കൊണ്ടും ഒരുപാട് സിനിമകൾ കേരളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. മോഹൻലാൽ അഭിനയിച്ച സിനിമകളടക്കം വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിലൊന്നും മാപ്പ് പറയേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ ഒരു നടന്മാർക്കും വന്നിട്ടില്ല. പക്ഷെങ്കിൽ ഇന്ന് അത് വന്നിരിക്കുന്നു. ഫേസ്ബുക്കിൽ ഇതാ എത്ര നീളത്തിലുള്ള ഒരു മാപ്പാണ് എഴുതിയിട്ടിരിക്കുന്നത്. അന്ന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ഇന്ന് സ്വാതന്ത്ര്യം ഇല്ല. കാലാപ്പാനി എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ കൃത്യമായ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. സവർക്കർ കാല് നക്കിയ കാര്യങ്ങളും അടക്കം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ മാപ്പ് പറയേണ്ടി വന്നിട്ടില്ല. സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത കാര്യങ്ങളും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. മാപ്പ് പറയേണ്ടി വന്നിട്ടില്ലായിരുന്നു. പക്ഷെങ്കിൽ ഇന്ന് മോഹൻലാലിനും മോഹൻലാലിന്റെ സഹപ്രവർത്തകർക്കൊക്കെ വേണ്ടിയിട്ടാണ് മോഹൻലാൽ മാപ്പ് പറയുന്നതെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ രാജ്യത്ത് പിണറായി വിജയൻ പറഞ്ഞതുപോലെ മടിയിൽ കനമുള്ളവന് പേടിക്കണം. മടിയിൽ കനമില്ലായിരുന്നെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ മോഹൻലാലിന്റെ മടിയിൽ കനമുണ്ടായിരുന്നു. ആ കനത്തെ ഷെയർ ചെയ്യാൻ പൃഥ്വിരാജിന്റെ മടിയിലും കനമുണ്ടായിരുന്നു. അതുകൊണ്ട് മാപ്പ് മാപ്പ് മാപ്പ്.